രതീഷ്, നമ്മൾ വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരം കഴിഞ്ഞു, അല്ലെങ്കിൽ ജന്തർ മന്ദിറിലെ വലിയ ഒരു സമരം കഴിയുകയും ആ സമരത്തിൻ്റെ മുന്നിൽ വെച്ച മുദ്രാവാക്യം സാക്ഷാത്കരിക്കപ്പെടുകയും ചെയ്തു. ഒരൊറ്റ കാര്യമാണ് പ്രധാനമായിട്ട് ഡിമാൻഡ് ചെയ്തത്. അത് ഒരു പരീക്ഷ മികച്ച രീതിയിൽ നടത്താൻ കഴിയാത്തതായ ഒരാൾ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കേണ്ടതില്ല. അങ്ങനെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ച് അവർ സമരം നടത്തിയ സമരം വിജയിച്ചു. ഈ സമരത്തിൻ്റെ പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് അതാണ് ഇന്ത്യയിൽ വളരെ കാര്യമായിട്ട് ചർച്ച ചെയ്യേണ്ടതെന്ന് ആണ് ഞാൻ കരുതുന്നത്. കാരണം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിന് മുൻപേ ബീഹാറിൽ നിന്ന് ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു സമരമാണ് സമ്പൂർണ്ണ വിപ്ലവം എന്നാണ്. 1,00,000-ലധികം യുവാക്കളാണ് ഡൽഹിയിൽ വന്നു നിറഞ്ഞത്. അന്ന് ജയപ്രകാശ് നാരായണൻ പറഞ്ഞ വാചകം ഇതായിരുന്നു: നിങ്ങൾ ഇന്ദിരാഗാന്ധിയുടെ ഒരാജ്ഞയും കേൾക്കാൻ പാടില്ല. ആരോടാണ് പറയുന്നത്? സമരക്കാരോടല്ല, ഇന്ത്യൻ പോലീസിനോടും ഇന്ത്യൻ പട്ടാളക്കാരോടാണ്. കാരണം ഇവർ അനർഹമായി ഈ സ്ഥാനത്ത് തുടരുകയാണ് ചെയ്യുന്നത്. ഇവർ ഏകാധിപതിയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും അവരുടെ ആജ്ഞകൾ ഇനി നിങ്ങൾ അനുസരിക്കുക. അതോടുകൂടിയാണ് ഇന്ദിരാഗാന്ധി എന്ത് ചെയ്യുന്നത്? അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കും. പക്ഷെ ആ സമരം എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവത്തിനെ മാറ്റിക്കളഞ്ഞു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പുതിയ സമവാക്യങ്ങൾ വരുന്നത്, ഇന്ത്യൻ രാഷ്ട്രീയം വേറെ ദിശയിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങുന്നത് ആ സമരത്തോടു കൂടിയാണ്. ആ സമരത്തിൻ്റെ ഒരു സ്പാർക്ക് യഥാർത്ഥത്തിൽ ജന്തർ മന്ദിറിൽ കഴിഞ്ഞ ദിവസം നടന്ന സമരത്തിനുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അവിടെ വെല്ലുവിളിക്കപ്പെട്ടത് ധർമ്മേന്ദ്ര പ്രധാൻ അല്ല, സാക്ഷാൽ മോദി തന്നെയാണ്. മോദിയുടെ ഇമേജാണ് അവിടെ കീറിപ്പൊളിക്കപ്പെട്ടത്. കാരണം അപരാജിതനായ നേതാവ് എന്നതാണ് മോദിയുടെ വിശേഷണം. പക്ഷെ മോദി ആദ്യമായിട്ട് ഒരു സമരത്തിന് മുന്നിൽ മുട്ടുമുടക്കേണ്ട സ്ഥിതിയിലേക്ക് എത്തി. ആ സമരം ഇപ്പോൾ തന്നെ അവസാനിപ്പിച്ചതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ CJP ഒരു മുന്നറിയിപ്പ് നൽകി. ഇപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയാണ്. ഇതിപ്പോൾ സംഭവിച്ചില്ലെങ്കിൽ ഞങ്ങൾ അടുത്തതായിട്ട് ആവശ്യപ്പെടാൻ പോകുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജിവെക്കണം എന്നായിരിക്കും എന്നവർ പറഞ്ഞു. അതിനുള്ള സാധ്യത എന്ന് വെച്ചാൽ അതുകൊണ്ടുണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്ന് വെച്ചാൽ, ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് വരുന്നതായ ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വേണ്ട എന്ന് പറയും എന്നുള്ളതാണ്. അതിൻ്റെ ഇമ്പാക്റ്റ് ലോകത്ത് വളരെ വലുതാണ്. ഇപ്പം തന്നെ ഈ സമരം ലോകം കണ്ടത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. പക്ഷേ അവരുടെ ആവശ്യം എന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ രാജിവെക്കണം എന്നായി മാറിയാൽ മോദിയുടെ ഇമേജ് എന്ന് പറയുന്നത് മോദിയോ മോദിയോടൊപ്പം നിൽക്കുന്നതായിട്ടുള്ള ഒരാൾക്കും സംരക്ഷിക്കാൻ പറ്റാത്ത തരത്തിൽ ഉടഞ്ഞു പോകും എന്നുള്ളതാണ്. അത് ഈ സമരത്തിൻ്റെ ഒരു വലിയ സാധ്യതയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം ഒരു സ്വേച്ഛാധിപതിയെ ഞങ്ങൾ ഈ ഇന്ത്യയിൽ വെച്ചു ഉറപ്പിക്കില്ല എന്നുള്ള പ്രഖ്യാപനം അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ജയപ്രകാശ് നാരായണൻ്റെ ആ സന്ദേശവും ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന സ്വേച്ഛാധിപതിയുടെ പടിയിറക്കവുമൊക്കെ നമ്മൾ ഇന്ത്യൻ ചരിത്രത്തിൽ, രാഷ്ട്രീയ ചരിത്രത്തിൽ വായിച്ചു തീർത്ത അധ്യായങ്ങളാണ്. ഇനി നമുക്ക് പുതിയ അധ്യായങ്ങൾ വരുമ്പോൾ എങ്ങനെ ഈ സമരവും ഇതിൻ്റെ പശ്ചാത്തലമൊക്കെ അതിനെ സ്വാധീനിക്കും എന്ന് നോക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. മാഷ് പറഞ്ഞു തന്നെയാണ്. നമുക്കിപ്പോൾ ഒരു അടിയന്തരാവസ്ഥ കാലം മുതൽ തുടങ്ങിയാൽ, അടിയന്തരാവസ്ഥ കാലത്ത് നമുക്കറിയാമല്ലോ, യഥാർത്ഥത്തിൽ ജയപ്രകാശ് നാരായണൻ എന്ന് പറയുന്ന രാഷ്ട്രീയമൊക്കെ ഉപേക്ഷിച്ചു പോയ ഒരാളെ, അതായത് ഏതാണ്ട് ഇനാക്റ്റീവായി നിൽക്കുന്ന ഒരാളെ 26 വയസ്സുള്ള ലാലു പ്രസാദ് യാദവ് ചെന്ന് വിളിക്കുകയും ഈ സമരത്തിന് നേതൃത്വം കൊടുക്കാൻ താങ്കൾ വരണം എന്ന് പറയുകയും, ഏറ്റവും ആദ്യമേ തന്നെ ഒരു ഹോസ്റ്റലിലുണ്ടായ ഫീസ് വർധനയുമായി ബന്ധപ്പെട്ടൊരു സമരം മാത്രമായി തുടങ്ങുകയൊക്കെ ചെയ്ത സമരം പിന്നീട് ഏറ്റവും ഒടുവിൽ ഇന്ദിരാഗാന്ധിക്ക് ഒഴിയേണ്ടി വന്നതും എങ്ങനെയാണെന്നുള്ളതും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടി വരുന്നതും എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നമുക്കറിയാം. അപ്പോൾ അതൊരു ചരിത്ര മുഹൂർത്തമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതുവരെ
ഒരു അപരാജിതനായിട്ടുള്ള കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി, അവർ മാറി വേറൊരാൾ വരുമെന്ന് പോലും പ്രതീക്ഷയില്ലാതിരുന്ന ഒരു സമയം. അപ്പോൾ അത്തരത്തിൽ വലിയ ഭൂരിപക്ഷം, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. ആദ്യമേ തന്നെ വലിയ ജനപ്രീതിയും ഉണ്ടായിരുന്നു. മാഷക്ക് ഓർമ്മ ഉണ്ടാവും, അതായത് ഈ ബാങ്കുകളുടെ ദേശസാൽക്കരണം, ഇതുപോലെയുള്ള നിരവധി പദ്ധതികൾ നടത്തിക്കൊണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുള്ള വലിയ ജനപ്രീതിയിൽ നിന്ന് യഥാർത്ഥത്തിൽ ഏതാണ്ട് അതേപോലെ തന്നെ എന്ന് നമുക്ക് പറയാവുന്ന രീതിയിൽ 288 സീറ്റുകളുമായിട്ട് ആദ്യം നരേന്ദ്രമോദി അധികാരത്തിലേക്ക് വരുന്നു. പിന്നെ അടുത്ത വർഷം അത് 303 സീറ്റുകളായിട്ട് വർദ്ധിക്കുന്നു. ആ 303 സീറ്റുകളായിട്ട് വർദ്ധിച്ചതിന് ശേഷം യഥാർത്ഥത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടുകൂടി ഇതിൻ്റെ ഒരു സിംറ്റം കണ്ടു. കാരണം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച വിജയമുണ്ടായില്ലെന്ന് മാത്രമല്ല 63 സീറ്റുകളുടെ താഴേക്ക് പോന്നു. അന്ന് തന്നെ മോദി ബ്രാൻഡിൽ വലിയ ഇടിവ് പറ്റി എന്ന് പറയുന്ന ഒരു ധാരണ ഉണ്ടായി. ആ മോദി ബ്രാൻഡിൽ ഇടിവ് പറ്റി എന്ന് പറയുന്ന സമയത്ത് പോലും, അല്ലെങ്കിൽ ഈ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വരെ ഇന്ത്യൻ ജനതയുടെയും ഇന്ത്യൻ മാധ്യമങ്ങളിലേക്ക് പ്രതീക്ഷ അടുത്ത് 25 കൊല്ലം 30 കൊല്ലം നരേന്ദ്രമോദിയും BJPയും ഒക്കെ ഇന്ത്യ ഭരിക്കും. കാരണം ഏറ്റവും കുറഞ്ഞ വർഷം BJP ഭരിക്കും. ആ BJP ഭരിക്കും എന്ന് പറയുന്നതിന് കാരണം മീഡിയ അവരുടെ കയ്യിലാണ്, അതുപോലെ സംസ്ഥാനങ്ങൾ അവരുടെ കയ്യിലാണ്, ശക്തമായിട്ടുള്ള പ്രതിപക്ഷ പാർട്ടികളില്ല. ഏറ്റവും ഒടുവിൽ പോലും ആം ആദ്മി പാർട്ടിയെ പിളർത്തിയിരിക്കുന്നു, അതുപോലെ തൃണമൂൽ കോൺഗ്രസിനെ പിളർത്തിയിരിക്കുന്നു. ഇങ്ങനെ എല്ലാവരെയും ഛിന്ന ഭിന്നമാക്കാൻ കഴിഞ്ഞതും സംസ്ഥാനങ്ങളിൽ വലിയ വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞു, ഞങ്ങളിതാ വലിയൊരു അപ്രമാദിത്വത്തിലേക്ക് പോകുന്നു എന്നൊക്കെ തോന്നിയ സമയത്താണ് ഈ പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി സൂര്യകാന്തിൽ നിന്ന് വന്നിട്ടുള്ള ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ചെറിയ പരാമർശം, ആ പരാമർശം ഉയർത്തിക്കൊണ്ട് കാര്യമുണ്ടാവുകയും അവരുടെ സിംഗിൾ പോയിന്റ് അജണ്ടയായി ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ ഉയർത്തി കാണിക്കുകയും ചെയ്ത്. അതിനുശേഷം മാഷ് പറഞ്ഞതുപോലെ ഈ സമരം മുന്നോട്ട് പോയാൽ ഉറപ്പായും അവരെന്താണോ ആവശ്യപ്പെടുന്നത് അതിന് മുഴുവൻ വഴങ്ങേണ്ടി വരുമെന്ന് BJPക്കും സംഘപരിവാറിനും ഒക്കെ മനസ്സിലായി. കാരണം ഇതുവരെ ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന എല്ലാ ആയുധങ്ങളെയും അവർ ഏറ്റവും ആദ്യമേ തന്നെ നിഷ്പ്രഭരാക്കി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നിഷ്പ്രഭമാക്കി. ഒന്നാമത്തെ നമുക്കറിയാം ദേശവിരുദ്ധ ശക്തികൾ എന്നുള്ളത് പറഞ്ഞിരുന്നു. ആദ്യം പറഞ്ഞു പാകിസ്ഥാനിൽ നിന്നുള്ള ഫോളോവേഴ്സാണ് കൂടുതൽ എന്ന് പറഞ്ഞു. പക്ഷെ 97% പേരും അങ്ങനെയല്ല, ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങളുടെ ഫോളോവേഴ്സ് ജെനുവിനാണ് എന്നുള്ളത് അവർക്ക് തെളിയിക്കാൻ പറ്റി. അതിനുശേഷം പറഞ്ഞത് ദേശവിരുദ്ധ ശക്തികളാണെന്ന് പറഞ്ഞു. ജോർജ് സോറോസിൻ്റെയും അമേരിക്കയുടെയും ഒക്കെ ഫണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ഫണ്ട് ഉണ്ട് എന്നൊക്കെ പറയുന്ന ഇത്തരത്തിലുള്ള പല പ്രചരണങ്ങളെയും, അതുപോലെ ഹിന്ദുത്വ ശക്തികൾക്ക് എതിരായിട്ട് നിൽക്കുന്ന മറ്റു മതങ്ങളാണ് ഇതിൻ്റെ പുറകിൽ എന്നുള്ള പ്രചരണം കൊടുത്തു. പക്ഷെ ഇത്തരം പ്രചരണങ്ങളെല്ലാം തന്നെ യഥാർത്ഥത്തിൽ ഓരോന്നും അരിഞ്ഞിടുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇപ്പം ഞാൻ ഒരു പെൺകുട്ടി വന്ന് പ്രസംഗിക്കുന്നത് ഞാൻ വളരെ സാഹൂതം കേൾക്കായിരുന്നു. ആ പെൺകുട്ടി പറയുന്നത് അമേരിക്ക ഇവിടെ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറത്ത് 10 വട്ടം ചെയ്യാൻ തയ്യാറുള്ള, അതിനുവേണ്ടി ഇമ്പോസിഷൻ എഴുതാൻ തയ്യാറുള്ള ഒരു നരേന്ദ്രമോദിക്കെതിരെ എന്തിന് അമേരിക്ക ഫണ്ട് ഇറക്കണം എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ അങ്ങനെ ലോജിക്കലായിട്ടുള്ള ചോദ്യങ്ങൾ കൊണ്ട് സാധാരണ ഏതൊരു സമരത്തിന്റെ പുറകിലും മാവോയിസ്റ്റ് അല്ലെങ്കിൽ മുസ്ലിം എന്നൊക്കെ പറയുന്ന പല വേർഡുകളൊക്കെ കോയിൻ ചെയ്തുകൊണ്ട് അതിനെയൊക്കെ പ്രതിരോധിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അങ്ങനെ ഒന്നുകൊണ്ടും പ്രതിരോധിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന എല്ലാ കാര്യത്തെയും ഇവർ തച്ചുടച്ച് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗോദി മീഡിയ എന്ന് പറയുന്ന മീഡിയയുടെ പ്രചരണം കൊണ്ടൊക്കെ ഇതിനെ അതിജീവിക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല. യഥാർത്ഥത്തിൽ 2008, 2009 മുതൽ ഇന്ത്യൻ സാഹചര്യങ്ങളിൽ BJPക്ക് ഏറ്റവും കൂടുതൽ വളർച്ച ഉണ്ടായതിൻ്റെ ഒരു ഘടകം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിലേക്ക് നമ്മുടെ ഇന്ത്യൻ ജനത വന്നു എന്നുള്ളതാണ്. എപ്പോഴും നമ്മുടെ റൂറൽ പോപ്പുലേഷനിൽ ഒരു 50% ഒക്കെ ഉള്ളൂ ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ ഉപയോഗിക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും ഞാൻ പറയുന്നത് ഒരു 50 കോടി ജനങ്ങളെങ്കിലും ഏറ്റവും കുറഞ്ഞ ഇതുവഴി സ്വാധീനിക്കാൻ കഴിയുന്ന ലെവലിലേക്കും, അതുവഴി ഒരു മതസ്പർദ്ധയും വർഗീയതയും ഒക്കെ ചെലുത്താൻ കഴിയുന്ന ലെവലിലേക്കും, സ്വാധീനിക്കാൻ കഴിയുന്ന ലെവലിലേക്കും ഒക്കെ അവർ വന്നു. പക്ഷെ ആ വന്ന അതേ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിനേക്കാൾ കരുത്തോടുകൂടി തിരിച്ചടിക്കുകയും ഇവർ പറയുന്ന ഒരു കാര്യവും അവിടെ ഫലിക്കാതിരിക്കുകയും, നിങ്ങൾ പറയുന്ന ജനത്തിന്റെ ആത്യന്തികമായ ബേസിക് ആയിട്ടുള്ള പ്രശ്നം, നമ്മുടെ നാട്ടിൽ കുറെ നാളുകളായിട്ട് ക്ഷേത്രം പണിയുന്നതും അല്ലാത്തതൊക്കെയാണ് പ്രശ്നം. പക്ഷെ അങ്ങനെയല്ല, ജനത്തിന്റെ അത്യാവശ്യമുള്ള പ്രശ്നങ്ങൾ ഒരു പരീക്ഷ നടത്തി പോലും ചെയ്യാൻ പറ്റില്ല. 152 പരീക്ഷകൾ ലീക്ക് ചെയ്തിരിക്കുന്നു. NTA നടത്തിയത് 270 പരീക്ഷകളാണ് എന്ന് പറയുന്നു. അപ്പൊ ഇങ്ങനെ എല്ലാത്തിനെയും തച്ചുടക്കാൻ പോകുന്ന അതിഗംഭീരമായിട്ടുള്ളൊരു സ്ട്രാറ്റജി ഇവർ രൂപീകരിക്കുകയും അതനുസരിച്ച് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്തു എന്ന് പറയുന്നത് ഞെട്ടിക്കുന്നൊരു കാര്യമാണ്. ഒന്ന്. രണ്ടാമത്തത്, വളരെ കൃത്യമായിട്ടുള്ള ജെനുവിൻ ഇൻഫർമേഷൻസ് കൊണ്ട് ഇവർ നിറച്ചു എന്നുള്ളതാണ് അടുത്ത പ്രശ്നം. അതെന്താ വെച്ചാൽ ഇപ്പോൾ 270 പേരാണ് ഈ 270 പരീക്ഷകളാണ് NTA നടത്തിയത്. ആ NTAയിൽ നിന്ന് 47 പേരെ പിരിച്ചുവിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇവരൊന്ന് തണുപ്പിക്കാൻ ഏറ്റവും അവസാനം പോലും ശ്രമിച്ചു. പക്ഷെ അപ്പോഴും എന്താണ് പുറത്തേക്കൊന്ന് വിവരം എന്ന് പറയുന്നത്, ആകെ അവിടെ ഉള്ളത് 39 സ്റ്റാഫാണ്. അതിൽ 15 പേര് വേക്കൻ്റ് ആണ്, 15 ഫില്ലല്ല.
അപ്പോൾ ബാക്കി 24 സ്റ്റാഫേ ഉള്ളൂ, പിന്നെ എവിടെ നിന്ന് നിങ്ങൾ 47 വരെ പിരിച്ചുവിടുന്ന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വളരെ കൃത്യമായി ഒരു പബ്ലിക് അറ്റ് എ ലാർജിനെ അങ്ങനെ തന്നെ അഡ്രസ്സ് ചെയ്യാനും അവരെ ഏകോപിപ്പിക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ്. അതിൽ ഒരു കാര്യം കൂടിയുണ്ട്, ലോകത്ത് തന്നെ ഇത് ഇപ്പോൾ ഒരു പുതിയ കാര്യമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ 2022 ശ്രീലങ്കയിലും 2024 ബംഗ്ലാദേശിലും 2025 നേപ്പാളിലുമൊക്കെ നടന്നത് നമുക്കൊരു വലിയ സംഘടനാ സംവിധാനമോ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള യൂണിറ്റുകളോ ബൂത്ത് കമ്മിറ്റികളോ ഒന്നും ആവശ്യമില്ല. വേണമെങ്കിൽ അല്ലാതെയും ആളുകളെ സംഘടിപ്പിക്കാനും അവിടുത്തെ ഒരു മാറ്റത്തിന് കാരണമാകാനും കഴിയുമെന്നുള്ളത് ഏറ്റവും കുറഞ്ഞ പക്ഷേ ഇപ്പോൾ ബംഗ്ലാദേശൊക്കെ മാറ്റി നിർത്തിയാൽ തൊട്ടടുത്ത് നേപ്പാളിൽ ബാലേന്ദ്ര ഷാ തെളിയിച്ചൊരു കാര്യമാണ്. അപ്പം അത് ഇപ്പൊ ലോകത്ത് പല സ്ഥലങ്ങളിലും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം ന്യൂയോർക്കിലെ മേയർ സോറാൻ മംദാനി, ഇങ്ങനെ പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. ആ സംഭവിക്കുന്നതിൻ്റെ ഒപ്പം ഇന്ത്യയിൽ കൂടി അതിൻ്റെ വലിയ സാധ്യതകൾ ഇവർ കണ്ടെത്തി എന്നുള്ളതാണ് പക്ഷേ ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ഇന്ത്യയിലെ രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു നാഴികക്കല്ലാണ്. ഇനിയൊന്നും ഒരു ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആക്കിക്കൊണ്ട് തങ്ങളുടെ കീഴിലുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെയും മാധ്യമങ്ങളെയും ഒക്കെ കൂടെ പിടിച്ചുകൊണ്ട് എന്തും ചെയ്യാം എന്ന് പറയുന്ന ലെവലിൽ ഒരു ഭരണകൂടത്തിന് മുന്നോട്ട് പോകാൻ അസാധ്യമാണ് എന്നുള്ളത് ഉറക്കെ വിളിച്ചു പറയുകയും ഉറപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അല്ലേ, തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ് കണക്കാക്കപ്പെടേണ്ടത്. കാരണം നമ്മൾ പൊതുവെ കരുതുന്നത് നമ്മുടെ ഭരണകൂടം സ്വേച്ഛാധിപത്യ സംവിധാനങ്ങളിലേക്ക് പോയാൽ അതിനെ ചോദ്യം ചെയ്യാനും അതിനെ മറികടക്കാനും നമ്മൾ നേരെ നോക്കുന്ന പ്രതിപക്ഷത്തെയാണ്. ഇന്ത്യയിലെ പ്രതിപക്ഷം എന്ന് പറയുന്നത് എന്തൊരു ദുർബലമാണ്. ആ പ്രതിപക്ഷത്തിന് ഒരിക്കലും ഇതിനെ മറികടന്നു പോകാനായിട്ട് കഴിയില്ല എന്ന് ജനങ്ങളങ്ങ് വിശ്വസിക്കുന്ന സ്ഥിതിയിലെത്തിക്കഴിയും. നരേന്ദ്രമോദി ഇസ് പവർഫുൾ, വളരെ ശക്തനായിട്ട് നരേന്ദ്രമോദി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രായം അദ്ദേഹത്തിൻ്റെ പാർട്ടി തീരുമാനിച്ചതിനപ്പുറത്തായാൽ പോലും അദ്ദേഹം അധികാരത്തിൽ തുടരും എന്നും നരേന്ദ്രമോദി എന്ന് പറയുന്ന ബ്രാൻഡ് ഉപയോഗിച്ച് BJPക്കും RSSനും ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും ഇന്ത്യയിൽ നടത്താം എന്ന ഒരു ധാരണ പൊതുവെ അവർക്ക് കടന്നുവിടുകയും അവർ ആ രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങുകയും ചെയ്തു. അവിടെയാണ് ഈ സമരം അവരുടെ ധാരണകളെ അതിശക്തമായിട്ടുള്ള രീതിയിൽ അടിച്ചൊതുക്കി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ സമരം തുടങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ ശ്രദ്ധ വളരെ കുറവായിരുന്നു. പതുക്കെ ജനക്കൂട്ടം വർദ്ധിച്ചു. പാർലമെൻറ്റ് മാർച്ച് 1 ലക്ഷത്തോളം ആളുകൾ പങ്കെടുത്തപ്പോഴാണ് അമിത്ഷാ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇത് തല്ലിയൊതുക്കാൻ തീരുമാനിച്ചതോടുകൂടി ഈ സമരം വിജയിച്ചു. നിരവധി പേരെ അവർ ആക്രമിച്ചു. പോലീസിൻ്റെ വേഷത്തിലും പോലീസിൻ്റെ വേഷത്തിലല്ലാതെ. അതുപോലെ തന്നെ എന്താ കഴിഞ്ഞ ദിവസം എന്താണ് AK-47 ബീഹാർ എന്തൊക്കെയാണ് ഇവർ കാണിക്കുന്നത്? സ്വന്തം ജനത്തിന് നേരെ ഈ AK-47 ഉപയോഗിച്ച് വെടിവെച്ച് കളയും എന്ന് പറയുന്ന ഒരു സന്ദേശം കൊടുക്കാൻ ബീഹാറിലെ പോലീസുകാർ ശ്രമിച്ചു എന്നുള്ളത് ശരിയാണ്. റൈഫിൾ ഉപയോഗിച്ച് ശരിക്കും പെല്ലറ്റൊക്കെ അയച്ച് ഒരു വിദ്യാർത്ഥിയുടെ കാഴ്ച നില നഷ്ടപ്പെട്ടു. മരണകാരണം വരെ ആകാവുന്നതാണ്. അതൊക്കെയാണ് ഈ സമരക്കാർക്കെതിരെ സമാധാനപൂർവ്വം സമരം നടത്തുന്ന ആളുകൾക്കെതിരെ ഉപയോഗിക്കേണ്ടത്. ഈ ചോദ്യങ്ങളൊക്കെ സമൂഹത്തിൻ്റെ മുന്നിൽ ഉയർന്നു വരികയും സമരക്കാരോടുള്ള സപ്പോർട്ട് കട്ട സപ്പോർട്ടായിട്ട് മാറി. അവരുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇന്ത്യ മൊത്തം മാറി. അപ്പോഴാണ് നരേന്ദ്രമോദിക്ക് മനസ്സിലായത് ഇത് അപകടമാണ് എന്നുള്ള കാര്യം. അങ്ങനെ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം അവസാനിച്ചു എന്നുള്ളതാണ്. അത് നേപ്പാൾ പോലെ ആയില്ല, ശ്രീലങ്ക പോലെ ആയില്ല, ബംഗ്ലാദേശ് പോലെ ആയില്ല. വളരെ സമാധാനപരമായിട്ട് അവർ ഉന്നയിച്ച ഒരാവശ്യം സർക്കാരിനെ കൊണ്ട് അംഗീകരിപ്പിച്ച് അവർ മാറി നിൽക്കുന്നു. അപ്പോൾ അവർ കൃത്യം പറയുന്നുണ്ട് ഇനിയും ഇതേപോലുള്ള വിഷയങ്ങളുണ്ടായത് ആ വിഷയങ്ങളിൽ ഞങ്ങൾ ഇടപെടും എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഇനി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന ജനവിരുദ്ധമായ സമീപനങ്ങൾക്കെതിരെ ഒരു ശക്തി ഇന്ത്യയിലുണ്ട് എന്ന മെസ്സേജാണ് ഈ സമരത്തിലൂടെ നൽകപ്പെട്ടത്. പ്രതിപക്ഷങ്ങളെ ഒതുക്കി നിർത്തിയതിൻ്റെ പേരിൽ രാഹുൽ ഗാന്ധി പൊട്ടനാണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഒന്നും ബി ജെ പിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല എന്ന് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ യുവാക്കൾ തെളിയിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ജനാധിപത്യപരമായ രീതിയിൽ നിയമങ്ങൾക്കനുസരിച്ച് ഭരണഘടനയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവർ. ഭരണഘടനയും അതേപോലെ തന്നെ BR അംബേദ്കറുമായിരുന്നു ഈ സമരത്തിലെ ഒരു പ്രധാനപ്പെട്ട സന്ദേശം എന്നുള്ളത്. ഇത്
ഈ അടിയന്തരാവസ്ഥക്കാലത്തും മാഷ് പറഞ്ഞ കാര്യങ്ങളോട് ഏതാണ്ട് സമാന രൂപത്തിലുള്ള ഒരു ചെറിയ കാര്യങ്ങളുണ്ട്. കാരണം അതിനുശേഷമാണ് ഇന്ത്യയിൽ മാഷ കൃത്യമായിട്ട് അറിയാവുന്ന പോലെ ഇപ്പോൾ ലല്ലു പ്രസാദ് യാദവിൻ്റെ പാർട്ടിയാണെങ്കിലും സമാജ്വാദി പാർട്ടിയാണെങ്കിലും ബഹുജൻ സമാജ്വാദി പാർട്ടിയാണെങ്കിലും ഞാൻ പറഞ്ഞ ഇത്തരത്തിലുള്ള നിരവധി പാർട്ടികൾ ഉയർന്നു വന്നതെല്ലാം അതിന് ശേഷമാണ്. യഥാർത്ഥത്തിൽ ഒരു പാർട്ടി വേണ്ട, അല്ലെങ്കിൽ ഒരു സംഘടനാ സംവിധാനം വേണ്ട, പ്രതിപക്ഷത്തൊന്നും വേണ്ട, പക്ഷെ ജനങ്ങൾ എതിരായി മാനസികമായ ഒരു തീരുമാനമെടുത്താൽ അന്ന് തീരാവുന്നതേ ഉള്ളൂ ഏതൊരു സ്വേച്ഛാധിപതിയുടെയും ഏകാധിപതിയുടെയും ഒക്കെ ധാർഷ്ട്യം എന്നുള്ളത് വെളിപ്പെടുത്തുന്ന ഒരു കാര്യമായിരുന്നു. പ്രത്യേകിച്ചും എനിക്ക് അധികം അത്ഭുതകരമായി തോന്നിയില്ല. ഇപ്പൊ പാകിസ്ഥാനിലൊന്നും അങ്ങനെ സംഭവിക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ നമ്മുടെ ഇവിടുത്തെ പോലെ സംഭവിക്കുന്നില്ല. പക്ഷെ നമ്മുടെ ഇവിടുത്തെ ജനത പലപ്പോഴും വളരെ ഡിഫറൻ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇന്ത്യൻ ജനതയെ സംബന്ധിച്ചിടത്തോളം ജനത അതിൽ കരുത്തുള്ള, അതായത് ഏതൊരു ഏകാധിപതിയെയും പൊളിച്ചെടുക്കാനും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രവണത കാണിച്ചാൽ അവിടെ തന്നെ കൃത്യമായിട്ടൊരു അടി കൊടുത്തുകൊണ്ട് അത് നേരെയാക്കാനും ഒക്കെ കരുത്തുള്ളൊരു ജനതയാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്. അതിന് നിങ്ങൾ മീഡിയയെ വിലക്ക് മേടിച്ചിട്ടോ പ്രതിപക്ഷത്തെ ഇല്ലാതാക്കിയിട്ടോ ഒന്നുകൊണ്ടും കാര്യമില്ല എന്നുള്ളതാണ് ഈ സമരം നമ്മളെ പഠിപ്പിക്കുന്നത്.